ഇടില്ല. കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ആവശ്യമാണ്. ബാക്കിയുള്ളവർ അതെന്തോ പറയാതെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഹെൽത്തിൻ്റെ ആവശ്യമാണ്. വേറെ ഉപകാരം ഒന്നുമില്ലെങ്കിലും ഫുഡ് ഞാൻ കറക്റ്റായിട്ട് കഴിക്കും. നോ കോംപ്രമൈസ്. അത്രയേ ഉള്ളൂ. മെസ്സി നിനക്ക് ഇതിനും വേണ്ടി ഗോൾഡ് കിടക്കുന്നോ? നിന്റെ പഴയ ലോക്കമാണല്ലേ? കൊള്ളാം. വല്ലപ്പോഴും രാവിലെ കഴിക്കും. It's relatable for some people. My parents call me lazy, but I am trying to get up in the mornings, getting out my room, and then they say you're not trying in school enough, but I am trying and am just stressed from all this, and it's making me tired because schools say they care about our mental health, but do they? They don't, because it's draining us and giving us anxiety and more, and all they care about is if we are learning or not. And then I have to fake my smile for my friends and family, and it's just making me tired, and I think the world would be better if I disappear. ഫീഡ് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് മനസ്സിലായോ ഇല്ലേ അങ്ങനെയൊന്നുമില്ല. ഫീഡ് ചെയ്തോണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് കഴിച്ചില്ലേ അയാൾ അവന് നിൻ്റെയൊക്കെ നിന്റെ പ്രശ്നം? വീട്ടിലെന്നും ദോശ, പിന്നെ എങ്ങനെ കഴിക്കാനാ? അത് ശരിയാടാ. അതൊരു ഇതാണ് കേട്ടോ. എന്ന് വരെ ദോശ ഇഡലി. Either you fall in love like this or just don't do. സാരി അല്ലടാ അതിനകത്തിരിക്കുന്ന, അല്ലാതെ മറ്റേ സ്ക്രൂ ഡ്രൈവർ ഇട്ട് മുറുക്കിയേക്കല്ലോ. സത്യം കയറിട്ട് കെട്ടി വെച്ചേക്കണ ഇത്രയും വെയിറ്റ് ബാക്കിലോട്ട് വലിച്ചിട്ട് അവ അറിയൂ അവന്റെ പിന്നെ പാട്ടി അല്ല, ഹിന്ദിക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇതായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കും. നമ്മളെ മലയാളി കൊള്ളാം. അതുകൊണ്ടാ വീട്ടിൽ ഫുഡൊന്നും വേസ്റ്റ് ആവാത്തത്. ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ദോശ പോലും കളിക്കാൻ പട്ടിണിയായിരുന്നു. ഫുഡ് ഓക്കെ. നമുക്ക് ചിലപ്പോ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങള് ലൈഫില് ഈ സ്ട്രഗിൾ കാരണം മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് മാറ്റി വെക്കേണ്ട വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ആയിരുന്നു. അത് ഇതുവരെ എനിക്കിപ്പോൾ ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക് ലൈഫിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാണ്ടും ഞാൻ മാറ്റി വെച്ചൊരു കാര്യം, ഇങ്ങനെ ഇതിന്റെ പുറകെ നടന്നപ്പം ഇതുവരെ മാറ്റി വെച്ചൊരു കാര്യം അതാണ്. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ ടാലൻസ്. അതായത് ലൈഫ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കേണ്ട വന്നിട്ടുണ്ടാവും. അത് ശരിയാ വാസണ്ണ. ഞാൻ അതുപോലെ മാറ്റി വെച്ച ഒരു കാര്യമാണ് പാട്ട്. ഞാനത് എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് വീണ്ടും സാധകമൊക്കെ ചെയ്ത് കിടിലാക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സിനെ ആലോചിക്കുമ്പോൾ എനിക്കത് ആസ്ട്രോണോട്ട് ആക്കിയ എഡിറ്റ് ചെയ്തു. അടുത്ത് ഈഗിളിനെ എടുക്കണില്ല. ഒരു പഞ്ചാബിക്കാരനെ കാണാൻ ചോക്കി. நான் வந்து பரிதசு கிடையாது. I am from Punjab. Dilsing from Punjab. താടി മീശ ഇല്ലാതിരുന്നേ നല്ലത് തോന്നുന്നു ഇപ്പൊ ഇത് കണ്ടിട്ട്. ഒരുപാട് കൂടുതൽ ഇത്. അയ്യോ, അത് മാറ്റി വെച്ചത് കൊണ്ടാണ് കുടുംബജീവിതം നന്നായിട്ട് പോകുന്നത്. ഞാനത് വിടാതെ
നമ്മൾ കണ്ടല്ലേ, ദ ബെസ്റ്റ് സ്റ്റോറി ലൈൻ. ഇത് ഞാൻ മിക്കവാറും സ്ക്രീൻ തിരികേണ്ടി വരും അണ്ണ് ചെയ്ത കണക്ക്. ഭാഗ്യം വീഡിയോ പ്ലേ ആവണില്ല. ഭാഗ്യം സ്ക്രീൻ തിരിക്കേണ്ടി വന്നില്ല, വീഡിയോ പ്ലേ ആവുന്നില്ല. തള്ളേ ഇവള് കൊള്ളാടി, തമ്പാനൂര് പോവാടി, കാപ്പിയും ചായയും കൂച്ചാടി സോഫിയ. അമ്പത്തൂർ സിംഗംടാ എൻകിட்ட மோதாதே, உன்னை விட்டு கொஞ்சம் நீ தள்ளடா. சிங்கோ 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 சிங்கோ, நான் ஊருக்கே பெரிய அசிங்கோ. അമ്പൂന് പറ്റിയ പാട്ട് കിട്ടി, അമ്പൂന് പറ്റിയ പാട്ട് കിട്ടി. കണ്ണൻ ചേട്ടനാ, കണ്ണൻ ചേട്ടൻ്റെ ഒരു കട്ടുണ്ടല്ലേ. സ്റ്റാർ പ്ലേസ്, താങ്ക് യു സോ മച്ച് ഫോർ ദ ഡയമണ്ട്സ് ഡാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു താങ്ക് യു. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ അമ്പത്തൂർ സിംഗം ഏത് ക്യാരക്ടറാടാ, ഏത് സിനിമയിലെ ക്യാരക്ടറാ? അമ്പു സോങ്, അമ്പൂനൊരു പാട്ട് കിട്ടി. കൊള്ളാം കൊള്ളാം. You just gonna stay. We just gonna stay cool. Nobody move. You just stay there. I go around this before we go. Alright, well they're making that pretty obvious. This is where I gotta go. Okay. എന്തുവാ ഞാൻ കണ്ടില്ല. How it feels when your heart leaves your body. എന്റെ മുന്നേ കൊച്ചി രാജാവ്. ഓക്കെ ഓക്കെ, ആ ശരിയാ കൊച്ചി രാജാവിലെ മറ്റങ്ങേര്. ഓർമ്മ. എന്റെ പൊന്നെ, ഇത് വലിയ പേടിയില്ല. ഷാരോണേ ഹായ്ഡാ, ഹായ്. ലൈബ്രറി, മനസ്സിലായി. Are you serious right now? കാശും കൊടുത്ത് ചാവാൻ വേണ്ടി കേറുന്നു. എന്ത് ഞാനെങ്ങാനും ആണെങ്കിൽ ക്രീം കേക്ക്. ക്ലാഷ് ഓഫ് ക്ലാൻ ആണോ? കളിച്ചിട്ടുണ്ട്. FYX ഹൈഡാ, ഹൈ. What if I told you that this knife right here? സ്പൈഡ്രേ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റയിൽ, നോക്കിയായിരുന്നോ? What if I told you that this knife right here doesn't exist? Yeah, as weird as it may sound, this knife doesn't exist. You can't buy it and you can't upgrade it from any knife as you usually would, making it one of the rarest knives in the game. And if you're wondering, it's all because it actually looks like this if you were to buy it. It's the Candy Cane Melee knife, which came out in December 2020 as a part of a Christmas skins pack. It is considered to be one of the rarest skins in the game, but not for the reason you're thinking. This skin has a special feature. If you hit a wall with it with your left mouse button approximately 30 times, you will find out that it actually breaks and goes from being a normal looking candy bar to a candy spike, making it also one of the coolest skins Valorant has ever added. Oh! It broke! Yo, finally! കൊള്ളാല്ലേ, എനിക്കിഷ്ടപ്പെട്ട്. വൺ ഡേ പോണം ചേച്ചി ഇതില്. ഇടയ്ക്ക് ആരെങ്കിലും വൊമിറ്റ് ചെയ്യുന്ന സൂപ്പർ. ബ്ലൈൻഡ് ഇട്ടാച്ചി ഹായ്ഡാ, ഹായ്. നല്ല രസാ. കൊള്ളാം. Meanwhile.
കൊറോണ ഗോ കൊറോണ ഗോ ഗോ കൊറോണ. അബേ ഹായ് അബേ, നമ്മള് കണ്ടയാ, ഇത് കണ്ടയാന്ന് തോന്നുന്നു. ഓ സെറ്റ് കയറാൻ പറ്റത്തില്ല അല്ലേ ഫുള്ളായിട്ട്. ഓ ആ പാട്ട് ഞാൻ മറന്നിരിക്കുകയായിരുന്നു, വീണ്ടും എൻ്റെ വായി വന്ന്. ഇതെങ്ങനെ ഇത്രയും സ്റ്റിക്കർ അയക്കണേ? അത് പഴയ ലോക്കോ ആടാ, ഇപ്പം അപ്ഡേറ്റ് ചെയ്യാത്തതാന്ന് തോന്നുന്നു, പഴയ വെർഷനാന്ന് തോന്നുന്നു. ചില ലോക്കോടെ ഇതിൽ അയക്കാൻ പറ്റും, ഇതുപോലെ സ്റ്റിക്കർ അയക്കാൻ പറ്റും. ചിലതിൽ ഇപ്പോഴത്തെ ഇതിൽ ലിമിറ്റ് ഉണ്ട്. ഏയ് ലോക്കി ഹായ്ഡാ, ഹായ് ഹായ് ഹായ്. ബാക്ക് ബാക്ക് വേറെ ആരൊക്കെയാ നമ്മള് കാണാനുള്ള? പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നമ്മള് പിന്നത്തേക്ക് മാറ്റി വെച്ചു. താരത് നീകനാ തോന്നുന്നത്, നീകനാന്ന് തോന്നുന്നു, നീകനാന്ന് തോന്നുന്നത്. ബാക്ക് ബാക്ക് ഇവൻ കണ്ട ചതിച്ചു ഗൈസ്. ബിഹൈൻഡ് ദ സീൻസ് ഓഫ് മാൻ വേഴ്സസ് വില്ലവൈഡ് ഒരു ഹോൾഡ് ചായ. ഏതേലും ഒരു ഇത് അങ്ങനെ ഇതാക്കിയതായിരിക്കാം. പിന്നെ അവന് നടന്നു കൂടെ, അവൻ എന്തിനാ ഈ ഒളിച്ചും പാത്തും ഒക്കെ പോണേ? ഇത് ഞാൻ വിശ്വസിക്കൂല, ഇത് ഇല്ല, ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് ചുമ്മാ ഏതേലും ഒരു ഇത് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇല്ല ഇതിങ്ങനെയല്ല, അത് വേറെന്തോ ആണ്, ഫേക്കാണ്. പിന്നെ എല്ലാം അങ്ങനെ ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റിക്കാൻ വേണ്ടിയാണ്. പിന്നെല്ലാം നമ്മൾ കണ്ടോണ്ടേ നമ്മൾ പൊട്ടന്മാരാ.